ഇവിടെ കാണുന്ന രൂപത്തിലുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ഫോണ്ടുകൾ നമുക്ക് FML ഫോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. FML ഫോണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോണ്ടുകൾ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഇത്തരം ഫോണ്ടുകൾ എഴുതുന്നതിനായി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് കോഡ് FML. നിങ്ങളിവിടെ കാണുന്ന ഈ ഐക്കണാണ് അതിൻ്റെ ഐക്കൺ. കോഡ് FML എന്നാണ് അതിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. സ്റ്റൈലിഷ് എഴുത്തുകൾ എന്ന് ടൈപ്പ് ചെയ്യും. അതിനുശേഷം താഴെ കാണുന്ന ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഈ ചിഹ്നം ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ അത് FMLലേക്ക് മാറി വന്നിട്ടുണ്ട്. മാത്രമല്ല അത് നമ്മളെ കയ്യിൽ കോപ്പി ആയിട്ടുമുണ്ട്. ഇനി നേരെ കോപ്പി ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് വായിക്കാൻ തിരിയുന്നില്ല, കാരണം ഇത് FMLലേക്ക് മാറിയിട്ടില്ല. അതായത് ഫോണ്ട് ഇനി നമ്മൾ സെലക്ട് ചെയ്ത് കറക്റ്റ് ഫോണ്ട് ഇതിന് കൊടുത്താൽ മാത്രമേ ഇത് ശരിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോണ്ടിൽ പോകുന്നു. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അപ്ലോഡഡ് ഫോണ്ട്സ് എന്ന് കാണാം. അതിൽ ഒന്ന് അമ്മ ഫോണ്ട് എന്ന് പറയുന്ന ഫോണ്ടാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അമ്മ ഫോണ്ട്. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയധികം ഫോണ്ടുകൾ നമുക്ക് കാണാം. ഈ മലയാളത്തിൽ എഴുതിയ ഫോണ്ടുകളൊക്കെ തന്നെയും FML ഫോണ്ടുകളാണ്. അതിനൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. FML ഫോണ്ടുകൾ നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റൈലിഷ് ഫോണ്ടുകൾ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.